ഞാൻ ഒരു ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ വരികയാണ്. അപ്പോൾ ആദ്യം പറയാം, എനിക്ക് ആരോടും ഇങ്ങനെ ദേഷ്യമോ ഉറപ്പോ പരിപാടികളൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം പറയണം. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും മങ്കയും ഒട്ടകവും സെയിം സാമ്യത തോന്നിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അതെന്താ അതിനൊരു ക്ലിയർ വരുത്താനാണ് ഞാൻ വന്നത്. എന്ന് വെച്ചാൽ അതിന് ശരിക്ക് മങ്കയ്ക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്ത് ഞാനായിരുന്നു. എന്ന് വെച്ചാൽ മങ്ക പ്രൊഡ്യൂസ് ചെയ്ത് ഞാനായിരുന്നു ബീറ്റ്. ആ ട്രാക്കാണ് ശരിക്ക് ഒട്ടകം എന്ന് പറയുന്ന ട്രാക്ക്. ഈ ഒരു ഡീലുമായിട്ട് അബ്ജി എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ മലർക്കൊടി പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ ശരിക്കും ഉണ്ടായത് വെച്ചാൽ എൻ്റെ ആദ്യം ഞാൻ പണ്ട് വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ പയർ ബീറ്റ് പരിപാടി. അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി അത് ഇതിന് ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ കുറച്ചധികം പണിയെടുത്ത് മങ്കക്ക് ബീറ്റ് ചെയ്ത്. അതാണ് ഈ ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക്. അതിൽ മെലഡി പരിപാടികളെല്ലാം ഒന്നും സാമ്പിൾ അല്ല, ഒക്കെ ഞാൻ കമ്പോസ് ചെയ്ത് അതിലെ ഹാർമോണി ആയാലും അതിൻ്റെ ഫസ്റ്റ് വരുന്ന സാക്സ് മെലഡി സാധനങ്ങളായാലൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കി ഞാൻ അങ്ങനെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്തെടുത്ത് അതിൻ്റെ സെൻട്രലിലുള്ള അതിൽ ഡ്രില്ലിൻ്റെ ഐഡിയ ഒക്കെ ഡബ്ജി പറഞ്ഞു തന്നു. ബാക്കിയെല്ലാം ഞാൻ ഡ്രിൽ ബീറ്റ് ചെയ്യണം എന്നുള്ളത് ഡബ്ജിയുടേതായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയ പരിപാടി സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കുറേ അത് കൊടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കൊടുത്തിട്ടില്ല. ഞാൻ MP3 കൊടുത്തു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെയാണ് സ്റ്റെമ്മിന് എനിക്ക് വിളിക്കേണ്ടായിട്ട്. എന്ന് വെച്ചാൽ മാസപ്പീലിൻ്റെ ANR ആയിട്ടുള്ള റൺബീറാണ് എനിക്ക് സ്റ്റെമ്മിന് വിളിച്ചത്. സ്റ്റെമ്മ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്റ്റെമ്മ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് സ്റ്റെമ്മ് ഫൈനൽ ഔട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫൈനൽ ഔട്ട് ഞാൻ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇങ്ങനെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഡബ്ജി എനിക്ക് വിളിച്ചിട്ട് ഈ സാധനം വേണ്ട, എനിക്ക് വേണ്ടെന്നാൽ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്ജി പോകേണ്ടത്. പിന്നെ ഫൈനലായിട്ട് ചോദിച്ചു എന്നോട് എൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ. കറക്റ്റ് എൻ്റെ പേയ്മെൻറ്റ് എത്ര വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിൽ കുറഞ്ഞൊരാളെ കിട്ടി, ഞാൻ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്ജിയാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് ആരോടും ഒരു ദേഷ്യമോ പരിപാടിയൊന്നുമില്ല. എനിക്കെല്ലാം ഞാൻ എൻ്റെ ഏട്ടനെ പോലെ കാണുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇങ്ങനെ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം പറഞ്ഞു. ഞാനപ്പോഴും മര്യാദയിൽ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ അത്രയും ചെയ്തിട്ട് ഞാൻ എൻ്റെ ബീറ്റ് ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ വേറെ ചെയ്തോളി എന്ന് പറഞ്ഞു. ഓൻ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ബീറ്റ് വേണ്ട, ഈ ബീറ്റ് ചെടുത്തോ യൂസ് ചെയ്തോ, എല്ലാത്തിനും എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്, ഇത് അയച്ച മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്തോ, എനിക്ക് വേണ്ടെന്ന് പറയാണ്ടായത്, ഈ ബീറ്റ് യൂസ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓന് വേറെ ചെയ്യിച്ചോളാന്ന് പറഞ്ഞു, വേറെ ചെയ്യിച്ചു എന്നും പറഞ്ഞു. പിന്നെ ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടത്. ടീസർ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഇൻട്രോ ഒരു 80% എൻ്റെ ട്രാക്കിൽ ഞാൻ എങ്ങനെയാണ് ഒട്ടകം ഉണ്ടാക്കിയത്, ആ ഒട്ടകത്തിൽ സെയിം മെലഡിയും പരിപാടികളും. കാരണം ഞാൻ കമ്പോസ് ചെയ്ത സാധനമാകുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ട്. അല്ലെങ്കിൽ അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാം. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതിലുള്ളതൊക്കെ. എന്നോട് പറഞ്ഞാൽ ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കും. മെലഡി ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ. പക്ഷേ ഞാൻ അന്ന് അയച്ച അന്ന് മങ്കക്ക് ആദ്യം ചെയ്ത് ബീറ്റിന് വേണ്ടി അയച്ച റഫിലെ മെലഡീസ് അതേപോലെ അവരെന്ത് ചെയ്തു, ഒറിജിനൽ വായിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ കമ്പോസ് ചെയ്ത മെലഡി ആളെ കൊണ്ട് വായിപ്പിച്ച് അതുപോലെ അതിലിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ശരിക്ക് ഈ മങ്കന്റെ കേസിലുണ്ടായത്. പിന്നെ തഡ്വേസറാണ് റീക്രിയേറ്റ് ചെയ്ത് ബീറ്റ്. പക്ഷെ തഡ്വേസറിന് യാതൊരുവിധ അറിവുണ്ടായിരുന്നില്ലായിരുന്നു. ഞാനാണ് അതിൻ്റെ ആദ്യം ബീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരാളെ ബീറ്റ് എടുത്തിട്ടാണ് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആൾക്കറിയില്ല ഇത് ഇങ്ങനെ ഒരാൾ ചെയ്ത ബീറ്റാണ്, MHR ചെയ്ത ബീറ്റാണ്, അതാണ് റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ തഡ്വേസർക്ക് ഇതിൽ യാതൊരു റോളില്ല എന്നാണ് ഞാൻ ആളായിട്ട് സംസാരിച്ചു. പക്ഷെ ആൾക്ക് അങ്ങനെ യാതൊരു റോളില്ല. കാരണം ആളെ തെറ്റല്ല, ഇത് തഡ്വേസർ തെറ്റല്ല. പിന്നെ എനിക്കിതിലാകെ പറയാനുള്ളത്, ഒരാളെ ബീറ്റ് ഇങ്ങനെ എടുത്തിട്ടും അത് ഇതറിഞ്ഞിട്ടാണ് ഞാൻ ഒട്ടകം വേഗം റിലീസ് ചെയ്തിട്ടു. പിന്നെ ഇതിന് ശേഷം ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക് ഞാൻ വേഗം റിലീസ് ചെയ്യണ്ടേ. ഇങ്ങനെ പ്രശ്നം മുൻകണ്ട് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ടീസർ കണ്ടപ്പോൾ വേഗം ഒട്ടകം എന്ന് പറഞ്ഞ പേരിൽ ആ ട്രാക്ക് റിലീസ് ചെയ്ത് ഞാൻ. അപ്പോഴാണ് ഈ ഒട്ടകം ഇറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ സ്പോട്ടിഫൈൻ്റെ പിടിപാട് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അവർ സ്പോട്ടിഫൈന്ന് റിമൂവ് ചെയ്യിക്കേണ്ടത്. ഈ ANR മാസത്തിൻ്റെ ANR റൺബീർ എന്ന് പറഞ്ഞ ആളാണ് റിമൂവ് ചെയ്തത്. കറക്റ്റ് മെയിലുണ്ട് ആരാണ് ചെയ്തത് എന്നുള്ളത്.
അപ്പം അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ആർട്ട്, ഞാൻ ചെയ്തൊരു ആർട്ട് വേറൊരാള്, എൻ്റെ കമ്പോസിങ് പരിപാടിയൊക്കെ വേറൊരാൾ കൊണ്ടുപോവുക, പോരാത്തിന് എൻ്റെ സാധനം ഞാൻ കോപ്പിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാധനം റിമൂവ് ചെയ്യിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഇതെന്ത് സംഭവം എന്നുള്ളത്. ഭയങ്കര സിഹിനാണ് പരിപാടി. പിന്നെ ഇതൊന്നും പോരാത്ത എനിക്ക് മാസപ്പീലിനോടാണ് പ്രത്യേകിച്ച്, കാരണം ഇത് ഈ മാസപ്പീലിൻ്റെ ANRനും മാസപ്പീലിനും ഇത് കറക്റ്റായിട്ട് അറിയാം ഇത് വേറൊരാളെ ബീറ്റ് കോപ്പി എടുത്തതാണെന്നുള്ളതും വേറെ ആളെ പെർമിഷൻ ഇല്ലാതെയാണ് ഇത് ഫുള്ള് യൂസ് ചെയ്തെന്നുള്ളതും. എന്നിട്ടും അവർ ലാസ്റ്റത്തെ സ്റ്റോറി ഞാൻ കണ്ട ആൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു 100 മലർപ്പൊടി ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ അങ്ങനത്തെ മാസപ്പീലിന്. എന്നിട്ടും മാസപ്പീൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് അറിഞ്ഞിട്ടും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ സത്യാവസ്ഥ. പിന്നെ സ്പോട്ടിഫൈക്കാർക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ട് യാതൊരുവിധ റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. നമ്മളെ ആർട്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ചെയ്തൊരു ട്രാക്ക്, ഞാൻ അപ്ലോഡ് ചെയ്ത ട്രാക്ക് വേറെ ആൾ അതേപോലെ ചെയ്തിട്ടാൽ, പൈസയും പരിപാടിയൊക്കെ ഉള്ള ഒരാൾ ചെയ്തിട്ടാൽ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പോകും. നമുക്ക് ആ ട്രാക്ക് എടുക്കാൻ പറ്റില്ല. വേറെ ആൾ അത് എടുത്തിട്ട് അത് ആളെ ട്രാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് യാതൊരു ആരോടും ഒരു പ്രശ്നമില്ല. ഞാനിപ്പോഴും ആൾക്കാരെ കാണുന്നുണ്ട് സ്വന്തം ഏട്ടനെ പോലെയാണ്. എനിക്ക് അത്രേ പറയുള്ളൂ.